വൈകുന്നേരം ആയപ്പോഴത്തേ ഐനൂസിൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓരോന്നും എൻ്റെ അടുത്ത് പറയലാണ്. ബിസ്ക്കറ്റ് വേണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളമായിരുന്നു ഇവിടെ. അങ്ങനെ ഞാൻ എന്താ കടയിൽ പോയി ബിസ്ക്കറ്റും അതുപോലെ തന്നെ പഴവും ചോക്കിയൊക്കെ അല്ല ലോട്ടോ പൈ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ചോക്കോ ലോട്ടോ പൈ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ഇങ്ങനെ പോയിക്കാണ് മിക്കവാറും ഞാൻ ലോൺ എടുക്കേണ്ടി വരും കേട്ടോ ഇവളെ. കാരണം ഇവൾ ഭയങ്കര വാശിയായിരുന്നു, എനിക്കത് വേണം ഇത് വേണമെന്നൊക്കെ പറഞ്ഞ്. പിന്നെ അവൾക്ക് അതൊക്കെ കൊടുത്തിട്ട് ഞാനൊരു പഴവും കൂടെ എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വൈകുന്നേരം ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാനൊരു പഴം എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ എനിക്ക് കുറച്ച് തുണികൾ മടക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കൈയോടെ അങ്ങോട്ട് മടക്കിയിട്ട് ഐനൂസിൻ്റെ വീട്ടിലിരുന്നതൊക്കെ ഒരു കൊട്ടയിലാക്കിയിട്ടുണ്ടായിരുന്നേ. പിന്നെ എൻ്റെതും വീട്ടിലിരുന്നതൊക്കെ ഞാൻ ഒരു കൊട്ടയിലാട്ട വെക്കുന്നത്. അതിപ്പോൾ കട്ടിലിൻ്റെ അടിയിലാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ആ കൊട്ട ആരും കാണില്ലല്ലോ, അങ്ങനെ ബെഡ്ഷീറ്റ് മറക്കാനായിട്ട് ചെയ്യുന്നത്. അങ്ങനെ അതെല്ലാം കൈയോടെ കൊണ്ടുപോയി വെച്ചിട്ട് ഞാൻ ഇതാ അടിച്ചു വരാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. ഐനൂസ് ആണെങ്കിൽ ബിസ്ക്കറ്റ് കഴിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പുറത്ത് പോകുന്ന ഷോളൊക്കെ ഞാൻ അലമാരിലാട്ട വെക്കണം. അപ്പോൾ അതും ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സോഫ സെറ്റിൽ ഐനൂസ് ബിസ്ക്കറ്റൊക്കെ തിന്നിട്ട് ആകെ അലമ്പാക്കിയിട്ടേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം തട്ടിക്കൊടഞ്ഞ് മാറ്റിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ കുറച്ച് നേരം ഫോണിൽ കളിക്കാമെന്ന് വിചാരിച്ചിട്ട് ഫോൺ എടുത്തപ്പോൾ തന്നെ എൻ്റെ തട്ടിപ്പറിച്ചിട്ട് അവൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നേ. ഞാൻ എപ്പോൾ ഫോൺ എടുത്താലും അവൾ പറയും ഇതെൻ്റെ ഫോണാണ് ഇതെൻ്റെ ഫോണാന്ന് പറഞ്ഞാൽ അവൾ എടുത്തുകൊണ്ട് പോകും കേട്ടോ. പിന്നെ അവൾ ഇതേ പഴം കഴിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചോക്കോലോട്ടോ പോയി അവിടെ ഇരിക്കണം. അപ്പോൾ ഞാനെടുത്ത് കഴിച്ചപ്പോൾ അവൾ അതും വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കായിരുന്നു കേട്ടോ. പിന്നെ ലാസ്റ്റ് എനിക്ക് നടക്കൂല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ പിന്നെ അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിപ്പോൾ കാണാൻ തുടങ്ങിയതാട്ടെ ഈ ഒരു സീരിയൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിലാട്ടോ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ദേ ഉമ്മയും വാപ്പയും കൂടി ഇങ്ങനെ കയറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം വീട്ടിലൊരു അനക്കോ ആവിയോ ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. അപ്പോഴത്തേക്കും ഉമ്മയും പാപ്പയും വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഉമ്മയും പാപ്പയും കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഐനൂസിനുള്ള പാപ്പമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐനൂസിന് അതൊക്കെ എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഉമ്മ മിഠായി പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കോഴിമുട്ടയും അതുപോലെ തന്നെ മാഗിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതെൻ്റെ കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നു. അതായത് ഐനൂസിൻ്റെ കയ്യിൽ കൊടുത്തതിന് അവൾ എന്തായാലും തറയിലിട്ട് പൊട്ടിക്കും. പിന്നെ ഉമ്മ ചോക്ലേറ്റ് കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്, അത് അവളെ കാണിക്കണ്ടെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ കൈയോടെ ആ ചോക്ലേറ്റും അതുപോലെ തന്നെ നമ്മുടെ മാഗിയൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. മുട്ട എന്തായാലും കൈയോടെ എടുത്ത് വെച്ചില്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്നാണെങ്കിലും പൊട്ടിപ്പോകട്ടെ. അപ്പോൾ അതെല്ലാം ഞാൻ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കുകയാണ്. പിന്നെ ഉമ്മ കുറച്ച് കറിയും പിന്നെ തക്കാളിയും തേങ്ങയൊക്കെ ഞാൻ ഇന്നലെ എനിക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയില്ല ഹോസ്പിറ്റലിലായതുകൊണ്ട്. അപ്പോൾ അതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുണ്ട്. പിന്നെ മാങ്ങ ഉമ്മ വെച്ച തേങ്ങാച്ചാറ് കറിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതെല്ലാം ഞാൻ ഫ്രിഡ്ജിലോട്ട് കൈയോടെ അങ്ങോട്ട് വെക്കുകയാണ്. ഇങ്ങനെ ഇരുന്നാൽ ഇങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ അതെല്ലാം കൈയോടെ അങ്ങോട്ട് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഐനൂസിന് കൊണ്ടുവന്ന ചോക്ലേറ്റും ഫ്രീസറിൽ വെക്കാനായിട്ട് തണുപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ വേഗം തന്നെ കടയിൽ പോയിട്ട് പാലും അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ജ്യൂസ് അടിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും തേങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കൈയോടെ എടുത്ത് വെച്ചിട്ട് പിന്നെ ഉപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അതും പൊട്ടിച്ച് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പ് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൈയോടെ ഇടുന്നുണ്ട്. അപ്പോഴത്തേക്കും വാപ്പ എനിക്ക് പുറത്ത് മുറ്റത്തൊരു ബൾബ് ഇട്ടാരാണ് കേട്ടോ. അപ്പോൾ അത് കുറേ ദിവസമായി വാപ്പ വയറിങ്ങനെ വലിച്ചിട്ടേക്കുന്നത്. ഇതുവരെ